മുൻ വൈരാഗ്യത്തെ തുടർന്ന് അധ്യാപകൻ പരീക്ഷയിൽ തോൽപ്പിച്ചതായി പരാതി. തൃശൂർ കേരളവർമ്മ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ MK കണ്ണനെതിരെയാണ് പരാതി. പൊളിറ്റിക്കൽ സയൻസ് വർഷ വിദ്യാർത്ഥിയാണ് സർവകലാശാലയ്ക്ക് പരാതി നൽകിയത്. ഇന്റേണൽ മാർക്കിൽ കൃത്രിമം കാട്ടിയെന്നാണ് പരാതി. റീവാല്യുവേഷനിൽ കോളേജിൽ പ്രസിദ്ധപ്പെടുത്തിയ ഇന്റേണൽ മാർക്കിലും സർവകലാശാലയ്ക്ക് നൽകിയ മാർക്കിലും വ്യത്യാസമുള്ളതായി കണ്ടെത്തിയെന്നും വിദ്യാർത്ഥി ആരോപിക്കുന്നു. തന്നെ പരാജയപ്പെടുത്തുമെന്ന് MK കണ്ണൻ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും വിദ്യാർത്ഥി വെളിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും വിജയിച്ച താൻ പരാജയപ്പെട്ടത് ഈ ഒരു വിഷയത്തിലാണെന്നും വിദ്യാർത്ഥി പറഞ്ഞു. വിദ്യാർത്ഥിയുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ സ്ക്രീൻഷോട്ടാണിപ്പോൾ അധ്യാപകനെതിരെ പരാതിപ്പെടുന്ന കുറിപ്പുള്ള സ്ക്രീൻഷോട്ടാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എല്ലാം കൊണ്ടും ഞാൻ എനിക്ക് കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. കുറെ എന്നോട് പ്രത്യേകിച്ച് ഒരാൾക്കും അങ്ങനെ ദേഷ്യമോ കാര്യങ്ങളോ ഇല്ല, എന്റെ അറിവിലില്ല. ഞാൻ അത്ര ആ കാര്യങ്ങളൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ മനുഷ്യനാണ്. ഞാൻ എന്റെ ഇത് പറയല്ല, എന്റെ ഒരു മഹിമ പറയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അത്രത്തോളം ഞാൻ നല്ല രീതിയിൽ സംഭവം കൊണ്ടുപോയ മനുഷ്യനാണ്. ഓക്കെ. ഈ വിഷയത്തില് കോളേജിലോ മറ്റോ ആദ്യം ഈ പരാതിപ്പെട്ടു? കോളേജിൽ പരാതി കൊടുത്തു. അപ്പൊ അവരുടെ ഒരു നിലപാട് എന്തായിരുന്നു? അതില് മിസ് പറയണത്, പ്രിൻസിപ്പാൾ പറഞ്ഞതാ, കണ്ണൻ എന്നെ വിളിച്ചിരുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് 4 മാർക്കായിരുന്നു. 14 മാർക്കില്ലത് കണ്ണിന് തെറ്റ് പറ്റിയതാണ്. മനസ്സിലായോ? ഞാൻ അപ്പോഴാണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെടുന്നത്. കാരണം ഈ സാറിന്റെ അസൈൻമെന്റ്, എന്നോട് നമുക്ക് സെക്കൻഡ് ഇയറിന് അങ്ങനെ ഒരു വർത്താനം പറയുമ്പോ തന്നെ ഞാൻ അക്കാഡമിക്സ് അത്യാവശ്യം നോക്കണ മനുഷ്യനാണ്. മറ്റ് സബ്ജക്ട്സിലൊക്കെ മാർക്ക് എങ്ങനെയാ വരുന്നത്? ഗ്രേഡ് സബ്ജക്ട് ഒക്കെ കൃത്യമായി എനിക്ക് ശരിക്കും അറിയില്ല. പ്രൊജക്ടിന് A ഉണ്ട്, B+ ഉണ്ട്, B ഉണ്ട്, അതൊക്കെ വരുന്നുണ്ട്. റിട്ടേൺ എക്സാമിനോ? റിട്ടേൺ എക്സാമിന് എത്ര മാർക്ക് വരുന്നുണ്ട് ഈ വിഷയത്തിനോ? അതെ, ഈ വിഷയത്തിന് റിട്ടേൺ യൂണിവേഴ്സിറ്റി പോയപ്പോ ഞാൻ അറിഞ്ഞത് 29 മാർക്ക് ഉണ്ട് റിട്ടേൺ എക്സാമിന്. അതുകൊണ്ട് പാസ്സാകുമോ? അതുകൊണ്ട് പാസ്സാവില്ല. ഇയാൾ എനിക്ക് തന്ന ഇന്റേണൽ മാർക്ക് 14 മാർക്ക് എനിക്ക് വേണം. ഇന്നെ ബോധിപ്പിച്ച് ഞങ്ങള് ക്ലാസ് ഗ്രൂപ്പിലിട്ട് ഇന്നെ ബോധിപ്പിച്ച് 14 മാർക്ക് ഇതിന്റെ അവകാശമാണ്. ആ മാർക്കാണ് ആള് തെറ്റിച്ചമച്ചാണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിക്കണത്, ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു. എന്റെ അടുത്ത 1-2 സുഹൃത്തുക്കളോട് ഞാൻ അങ്ങനെ പറഞ്ഞിനി, കണ്ണമ്മാശിന് വല്ല പണിയും തരുമോ സിസ്റ്റമില്. ഈ കോളേജ് അതോറിറ്റി അവരുടെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്ത് ഇന്റേണൽ മാർക്കിൽ 14 മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ യൂണിവേഴ്സിറ്റിയിലേക്ക് അത് വകുപ്പ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അത് അപ്ലോഡ് ചെയ്തപ്പോൾ അത് 4 മാർക്കായിട്ട് ഈ അധ്യാപകൻ തിരുത്തി. അതേക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് സംബന്ധിച്ച് അധ്യാപകൻ ഈ കുട്ടിയോട് വളരെയധികം മോശമായി പെരുമാറുകയും എന്തൊക്കെയോ ചില മുൻദേഷ്യം ഇയാൾക്കുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഇയാളുടെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിക്കുകയും അതിനെല്ലാം ഇയാൾ വളരെ സൗമ്യമായി മാന്യമായി നല്ല രീതിയിൽ പ്രതികരിച്ച ശേഷം പിന്നീട് ഇദ്ദേഹം വളരെ മോശപ്പെട്ട രീതിയിലേക്കാണ് വീണ്ടും ഇദ്ദേഹം ചുവടുവെച്ചത്. അധ്യാപകൻ മാർക്ക് തിരുത്തിയ കാര്യവും മറ്റുമൊക്കെ കോളേജ് അധികൃതരെ അറിയിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ എന്താണ്? അപ്പൊ അതിനെ തുടർന്ന് എന്താണ് ഇപ്പൊ നിലവിൽ ചെയ്തിട്ടുള്ളത്? കോളേജ് അധികൃതർക്ക് ആധികാരികമായിട്ട് ഈ അബ്ദുൽ നസീബ് പരാതി കൊടുത്തതാണ്. പ്രിൻസിപ്പൽ ചാർജിലുള്ള അധ്യാപികക്ക് പരാതി കൊടുത്തതാണ്. അവർ പറഞ്ഞു ഇതൊരു അബദ്ധം പറ്റി, മേലിൽ ഇത്തരം അബദ്ധം പറ്റാതിരിക്കാൻ ജാഗ്രത പുലർത്താം, ഇനി ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റി അതോറിറ്റിക്ക് പരാതി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ആൺകുട്ടികളോട് അധ്യാപകൻ മോശമായി പെരുമാറാറുണ്ട് എന്നതടക്കമുള്ള പരാതികളാണ് വിദ്യാർത്ഥിയും കുടുംബവും ഉയർത്തുന്നത്.
വിദ്യാർത്ഥിയുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിത് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ വിദ്യാർത്ഥി ഈ പരാതിയായിട്ട് വരുമ്പോൾ ഈ അധ്യാപകൻ ഇങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്താണ് നമ്മളോട് ഇങ്ങനെ മാർക്ക് ഉൾപ്പെടെ കുറച്ച് കൊണ്ട് പരീക്ഷ വരെ തോൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പുറത്ത് പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നമ്മൾ SFI എന്നുള്ള രീതിയിലേക്ക് പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ പരാതിയിൽ നിലവിൽ വിദ്യാർത്ഥിക്ക് നേരിട്ട പ്രശ്നങ്ങളൊക്കെ കൂടിയിട്ട് നമ്മൾ പരാതി വെച്ച് കൊടുത്തു. ഈ പരാതിക്കകത്ത് പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള അധ്യാപകർ പറഞ്ഞത് ഈ മറു അധ്യാപകനോട് കൂടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റും കൂടിയും കിട്ടിയതിന് ശേഷം നമ്മളിതിനെ വിശദീകരണം നൽകാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇയാളെ തെറ്റിയ ആൾ ആദ്യം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇയാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ എനിക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇതെന്തൊരു വൈരാഗ്യം പോലെയാണ് കാണിക്കുന്നത്. ആൾ പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ 2500 രൂപ ഫൈൻ അടച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, അല്ലാണ്ട് ഇത് ആനക്കാരില്ല, എന്നെ തൂക്കിക്കൊല്ലുന്നില്ല, അങ്ങനത്തെ രീതിയിലാണ് സംസാരിക്കുന്നത്. ആള് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. തെറ്റും ക്ലിയറാണ്, ആളെ ഭാഗത്തുനിന്ന് ഇതായതാണെന്ന് ആൾ ഇതാക്കുന്നുണ്ട്. ആൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പേ കുറേ വിദ്യാർത്ഥികളോട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ആൾ ചെയ്യുന്ന പരിപാടി മൊത്തം. വിവരങ്ങളുമായി ഇപ്പോൾ ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ പുറത്തു കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുമായി ഈ സംഘടനയടക്കം SFI അടക്കം ഈ പരാതിക്കാരനായ കുട്ടിയടക്കം മുന്നോട്ട് പോയിട്ടുണ്ടോ? ഏത് തലത്തിലാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്? പലപ്പോഴും ഈ ഇന്റേണൽ മാർക്കുകൾ കുട്ടികളെ ചൂഷണം ചെയ്യുവാനുള്ള ഒരു മാർഗമായി അധ്യാപകർ ഉപയോഗിക്കുന്നത് നമ്മൾ പല കേന്ദ്ര സർവകലാശാലകളിലടക്കം പലയിടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ആവർത്തനമാണോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? ലക്ഷ്മി, രോഹിത് വെമുല അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്റേണൽ അസസ്മെൻറ്റുകളെ കുറിച്ച് വിദ്യാർത്ഥി രേഖപ്പെടുത്തിയ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഈ വാർത്തയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത്. മലപ്പുറം മഞ്ചേരി സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥി തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ കഴിഞ്ഞ 3 വർഷമായി പഠനം നടത്തുകയാണ്. പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദ വിദ്യാർത്ഥിയാണ്. അവസാന വർഷ പരീക്ഷയിൽ അതിൻ്റെ എല്ലാ സെമസ്റ്ററുകളും പൂർത്തീകരിച്ച് അവസാന വർഷ ലാസ്റ്റ് സെമസ്റ്ററിൽ പരീക്ഷ എഴുതി റിസൾട്ട് ഫലം വരുന്നതിനായി കാത്തു നിൽക്കുകയും ഒപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ PG പ്രവേശനത്തിനുള്ള എൻട്രൻസ് പരീക്ഷ എഴുതി നിൽക്കുകയും ചെയ്ത വിദ്യാർത്ഥിയാണ്. റിസൾട്ട് വന്നപ്പോൾ പരാജയപ്പെട്ടതായി മനസ്സിലാക്കുന്നത്. അക്കാഡമിക്കലി ശരാശരി നിലവാരം പുയർത്തുന്ന അല്ലെങ്കിൽ ശരാശരിക്ക് മുകളിൽ നിലവാരം പുയർത്തുന്ന താൻ എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത് വിദ്യാർത്ഥി അന്വേഷിക്കുന്നു. ഇതിനുശേഷമാണ് കോളേജിൽ നടത്തിയ അന്വേഷണത്തിലും യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ അന്വേഷണത്തിലുമായി ഇന്റേണൽ മാർക്കിലെ കുറവാണ് പരീക്ഷയ്ക്ക് പരാജയപ്പെടാൻ കാരണമെന്ന് വിദ്യാർത്ഥിക്ക് മനസ്സിലാകുന്നു. ഇതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് പൊളിറ്റിക്കൽ സയൻസിലെ തൻ്റെ അധ്യാപകൻ കൂടിയായിട്ടുള്ള NA കണ്ണൻ ഇത്തരത്തിൽ ഒരു കൃത്രിമത്വം മാർക്കിൽ കാണിച്ചതിനെ തുടർന്നാണ് താൻ പരാജയപ്പെടാൻ ഇടയായത് എന്നുള്ളൊരു കാരണം ഇയാൾക്ക് ബോധ്യപ്പെടുന്നു. തുടർന്ന് മാതാപിതാക്കളെ അടക്കം വിവരം ധരിപ്പിക്കുന്നു. കോളേജ് അധികൃതരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തുന്നു. പക്ഷേ കോളേജ് അധികൃതർ, ഈ പ്രിൻസിപ്പൽ ഇൻചാർജ് അടക്കമുള്ള കോളേജ് അധികൃതർ ഈ വിദ്യാർത്ഥിയോടും മാതാപിതാക്കളോടുമൊക്കെ പറയുന്നത് ഒരു തവണ തെറ്റ് സംഭവിച്ചു പോയി, തങ്ങളുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി, പക്ഷേ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കാമെന്നുള്ളൊരു മറുപടിയാണ് കുട്ടിയുടെ പിതാവിന് നൽകുന്നത്. വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റിക്കും കൺട്രോളർ ഓഫ് എക്സാമിനേഷനും ഇതിനോടൊക്കെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ വിദ്യാർത്ഥിയെ അധ്യാപകൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും ഈ ഫ്ലാറ്റിലെത്തിയ വിദ്യാർത്ഥിയോടൊപ്പം മറ്റൊരു സഹപാഠി കൂടി ഉണ്ടായിരുന്നു. അവരോട് 2 പേരോടും ഇദ്ദേഹം സംസാരിക്കുകയും തനിക്ക് കൂടിപ്പോയാൽ തൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് വന്നിട്ടുണ്ട്, തനിക്ക് കൂടിപ്പോയാൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു 2500 രൂപ ഫൈൻ അടച്ചാൽ മാത്രം മതിയാകും, അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയായി വിദ്യാർത്ഥി ഉന്നയിക്കുന്നത്. പ്രധാനമായും അധ്യാപകൻ്റെ ചില പെരുമാറ്റ ദോഷങ്ങൾക്കെതിരെ വിയോജിപ്പ് അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് വിദ്യാർത്ഥിക്കെതിരെ ഇയാളുടെ ഭാഗത്തു നിന്നും വൈരാഗ്യമുണ്ടായത് എന്നുള്ളതാണ് മാതാപിതാക്കളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയും ആരോപിക്കുന്നത്. പക്ഷേ ഇത്തരമൊരു പരാതി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശദമായ വശങ്ങൾ നമ്മൾ കോളേജിൽ അന്വേഷിച്ചപ്പോൾ വിദ്യാർത്ഥി സംഘടനകളിലും കേരളവർമ്മ കോളേജിലെ പ്രധാനപ്പെട്ട 2 വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള KSUയും SFIയും വിദ്യാർത്ഥിക്ക് 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിക്ക് പിന്തുണയുമായി നിലയുറപ്പിച്ചിരിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായത്. SFI യൂണിറ്റ് കമ്മിറ്റിയിൽ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോളേജ് പ്രിൻസിപ്പാൾക്ക് പരാതി നൽകുകയും ചെയ്തു. KSU ഇതിനെതിരെ ഒരു പ്രസ്താവന എന്നുള്ള നിലയിൽ പ്രസ്താവന ഇറക്കുകയും ചെയ്തു. 2 വിദ്യാർത്ഥി സംഘടനകളുടെയും നേതാക്കൾ ഈ വിദ്യാർത്ഥിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നും വിദ്യാർത്ഥിക്ക് തുടർന്ന് വലിയ പിന്തുണ തന്നെ
നൽകുമെന്നും 1 വർഷം ഏത് കാരണം കൊണ്ടാണെങ്കിലും അധ്യാപകന്റെ ഒരു വൈരാഗ്യത്തെ തുടർന്നാണെങ്കിലും അല്ലാതൊരു മറ്റ് കാരണങ്ങൾ കൊണ്ടും ഒരു വിദ്യാർത്ഥിയുടെ ഒരു അക്കാഡമിക് ഇയർ നഷ്ടമാകുന്നതിനെ അംഗീകരിക്കാനാവില്ല എന്നുള്ളൊരു നിലപാടുമാണ് വിദ്യാർത്ഥി സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും നമ്മൾ ഈ വിദ്യാർത്ഥിയുമായി ഈ പരാതിക്കാരനായ വിദ്യാർത്ഥിയുമായി സംസാരിച്ചിരുന്നു. താൻ ആത്മഹത്യയുടെ വക്കിലാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു അക്കാഡമിക് ഇയറിനെ നോക്കിക്കാണുന്നത്. തൻ്റെ ഭാവി അടക്കം പ്രതിസന്ധിയിലായ ഒരു സാഹചര്യത്തിൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിദ്യാർത്ഥിയുടെ പിതാവടക്കമുള്ള ആളുകൾ പൊളിറ്റിക്കൽ സയൻസിൽ എത്രാം വർഷ വിദ്യാർത്ഥിയാണ്? പിന്നെ ഈ കുട്ടിയും രക്ഷിതാവും അധ്യാപകന്റെ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് നേരത്തെ പെരുമാറ്റ ദൂഷ്യമുണ്ടായിരുന്നു, അത് ചൂണ്ടിക്കാട്ടിയതാണ് മുൻ വൈരാഗ്യമെന്ന് പറയുന്നുണ്ട്. ആ പരാതിയിൽ അതിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ടോ രേഖാമൂലം ഈ പറയുന്ന അധ്യാപകന്റെ ഈ പെരുമാറ്റത്തിൽ? ലക്ഷ്മി, അധ്യാപകന്റെ പെരുമാറ്റ ദൂഷ്യം അടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വിദ്യാർത്ഥിയും പരാതി നൽകിയിരിക്കുന്നത്. മാതാപിതാക്കളുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് വിദ്യാർത്ഥി പരാതി നൽകിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളടക്കം വിദ്യാർത്ഥി കോളേജ് അധികൃതരെയും നേരത്തെ തന്നെ ധരിപ്പിച്ചിരുന്നു. പക്ഷേ കോളേജ് അധികൃതർ ഈ തങ്ങളുടെ സഹപ്രവർത്തകനെ സംരക്ഷിക്കുന്ന തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥിയെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്തതിന് ശേഷമാണ് അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രവർത്തനം ഉണ്ടായത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലായി വിജയകരമായി തന്നെയാണ് എല്ലാ സെമസ്റ്ററുകളും വിദ്യാർത്ഥി പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ മാർക്ക് ലിസ്റ്റുകളും ഇന്റേണൽ അസസ്മെൻറ്റുകളും അടക്കം പരിശോധിക്കുകയും ചെയ്തതാണ്. ഈ ഒരു വിഷയത്തിൽ ഈ കൃത്രിമത്വം നടന്നു എന്ന് പറയുന്നത് നമ്മൾ പരിശോധിച്ചു. ഈ ഒരു അക്കാഡമിക് ഇയറിൽ അവസാന വർഷ വിദ്യാർത്ഥിയാണ്, ബിരുദ വിദ്യാർത്ഥിയാണ്. ലാസ്റ്റ് സെമസ്റ്റർ 6th സെമസ്റ്ററിൻ്റെ പരീക്ഷകൾ പൂർത്തിയാക്കി റിസൾട്ട് വന്നപ്പോഴാണ് ഈ തരത്തിലൊരു കൃത്രിമത്വം നടന്നതായി വിദ്യാർത്ഥിക്ക് ബോധ്യപ്പെട്ടത്. അതിന് കാരണമായി പറയുന്നത് ഈ ഇന്റേണൽ അസസ്മെൻറ്റിന് ശേഷം ഇന്റേണൽ മാർക്ക് ക്ലാസ്സുകളിൽ പ്രസിദ്ധപ്പെടുത്തുന്നു. ക്ലാസ്സിൽ പ്രസിദ്ധപ്പെടുത്തിയ ലിസ്റ്റിൽ ആദ്യം വിദ്യാർത്ഥികളെ കണ്ട് പരാതികൾ ഉണ്ടെങ്കിൽ അറിയിക്കുന്നതിനായി ഒരു ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു വിഷയത്തിൽ 20 മാർക്കാണ് പരമാവധി ഇന്റേണൽ മാർക്കായി നൽകാൻ സാധിക്കുക. അതിൽ 14 മാർക്കായിരുന്നു വിദ്യാർത്ഥിക്ക് ക്ലാസ്സിൽ പ്രസിദ്ധപ്പെടുത്തിയ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അധ്യാപകൻ യൂണിവേഴ്സിറ്റിക്ക് ഇതേ ലിസ്റ്റ് കൈമാറിയപ്പോൾ 4 മാർക്ക് മാത്രമായി കുറയപ്പെടുകയായിരുന്നു. ഇതാണ് വിദ്യാർത്ഥിയുടെ പരാജയത്തിന് കാരണമായത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി നേരിടേണ്ടി വന്നു. അതിനെ തുടർന്നാണ് പരാജയം ഉണ്ടാകാനുള്ളൊരു കാരണമെന്ന് മനസ്സിലാക്കാനായത്. ലക്ഷ്മി, തൃശൂർ കേരളവർമ്മ കോളേജിലാണ് ഇങ്ങനെ അധ്യാപകന്റെ വിവേചനപരമായ ഇന്റേണൽ മാർക്ക് ഇടിയിൽ കാരണം ഒരു വിദ്യാർത്ഥിക്ക് പരാജയം നേരിടേണ്ടി വന്നത്. നേരത്തെ അധ്യാപകനെതിരെ പരാതി പെട്ടിട്ടുണ്ട് എന്ന മുൻ വൈരാഗ്യത്താലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്റേണൽ മാർക്കിൽ വിവേചനം കാട്ടിയതെന്ന് കുട്ടിയും രക്ഷിതാക്കളും ആരോപിക്കുന്നു. ഒപ്പം വിദ്യാർത്ഥി സംഘടനകളും ഈ കുട്ടിയുടെ പരാതിയെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ട്. കുട്ടി താൻ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് വരെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പെഴുതി ഇട്ടിരിക്കുകയാണ്. അവർ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ആ കുറിപ്പാണ് പ്രേക്ഷകർ സ്ക്രീനിൻ്റെ ഒരു സൈഡിൽ കാണുന്നത്. ഏതായാലും നമ്മൾ പല സർവകലാശാലകളിലും അധ്യാപകർ ഈ ഇന്റേണൽ മാർക്ക് കുട്ടികളെ പീഡിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഉപയോഗിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് സമാനമായ ഒരു പരാതി ഏതായാലും ഇപ്പോൾ കേരളവർമ്മ കോളേജിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ വിവേചനം ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ കണ്ണൻ എന്ന അധ്യാപകനെതിരെയാണ് ഇപ്പോൾ ഈ ഗുരുതരമായ പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ സർവകലാശാല ക്രിയാത്മകമായി ഉടൻ തന്നെ വളരെ വേഗത്തിൽ ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് മലയാളം പുറത്തുകൊണ്ടുവന്ന എക്സ്ക്ലൂസീവ് വാർത്തയാണിപ്പോൾ പ്രേക്ഷകർ ഇത്രയും നേരം കണ്ടത്.